ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സൃഷ്ടാവും സംരക്ഷകനുമായ റഹ്മാനും റഹീമുമായ അസീസും ഗഫാറുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു മാസത്തോളം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വ്രതസമാപന ആഘോഷമായ ഈദുൽ ഫിത്റിന്റെ ചെറിയ പെരുന്നാളിന്റെ പുലരിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്.
മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കേണ്ട, ആനന്ദിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട ഒരു മഹത്വപൂർണമായ സുദിനമാണ് ഈദുൽ ഫിത്ർ. ഈ ഒരു സുന്ദര മുഹൂർത്തത്തിൽ എൻ്റെ എല്ലാവിധ ഈദാശംസകളും നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയ പുണ്യങ്ങളുടെ വസന്തോത്സവമായ വിശുദ്ധ റമദാൻ ഒരു പിടി ഓർമ്മകളുമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ അല്ല വിട പറഞ്ഞത്. ആ റമദാൻ ഓരോ വർഷങ്ങളിലും ആവർത്തിച്ച് കടന്നു വരും. ആ റമദാനിനോട് നമ്മളാണ് വിട പറഞ്ഞത്. കാരണം അടുത്ത വർഷം ആ വിശുദ്ധ റമദാനിൽ ജീവിക്കാൻ നമ്മിൽ ആർക്കൊക്കെ ഭാഗ്യം ലഭിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുണ്ടായവർ, ഈ റമദാനിന് മുമ്പ് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, ഈ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചവർ ഇന്ന് ആറടി മണ്ണിലാണ്. ആ വിശുദ്ധ റമദാൻ ജീവിതത്തിൽ ലഭിക്കുന്നത് വലിയ സൗഭാഗ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ റമദാനുകളിൽ ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വലിതുക്മിലുൽ ഇദ്ദ, വിശുദ്ധ റമദാനിലെ എണ്ണപ്പെട്ട നോമ്പുകൾ നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാധ്യത കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നൂഹ് നബി അലൈഹിസ്സലാമക്ക് തന്റെ ഭാര്യക്കോ മകനോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തന്റെ പിതാവ് ആസറിനോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ മൂത്താപ്പ അബ്ദുൽ മുത്തലിബിനോ, ആസിയ ബീവിക്ക് തന്റെ ഭർത്താവ് ഫിർഔനിനോ, ലൂത്ത് നബി അലൈഹിസ്സലാമക്ക് തന്റെ ഭാര്യക്കോ നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ സൗഭാഗ്യമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യമായി നൽകിയ ഹിദായത്ത് എന്ന് പറയുന്ന അനുഗ്രഹം നൽകിയതിന്റെ പേരിൽ റബ്ബിനെ പ്രകീർത്തിക്കാൻ, തക്ബീർ ധ്വനികളിലൂടെ റബ്ബിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അതിലൂടെ റബ്ബിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈദുൽ ഫിത്ർ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഓരോ പ്രവാചകന്മാരുടെ കുടുംബക്കാരെ, സ്വന്തം മക്കളെ, ഭാര്യമാരെ, പിതാക്കന്മാരെ ഹിദായത്തിലാക്കാൻ അവർക്ക് സാധ്യമായില്ല എങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും അല്ലാഹുവിന്റെ ഹിദായത്തിലാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഉദ്ദേശിക്കുന്നവരെ, ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ അല്ലാഹു ഹിദായത്തിലാക്കുകയുള്ളൂ. വലിതുകബ്ബിറുല്ലാഹ, ആ ഹിദായത്ത് നമുക്ക് അല്ലാഹു നൽകിയതിന്റെ പേരിലാണ് ഈ ഈദ്ഗാഹിലേക്ക് നമ്മൾ വന്നത്. ശവ്വാലിന്റെ മാസപ്പിറവി മുതൽ ഇന്നലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം മുതൽ ഈ നമസ്കാരം ആരംഭിക്കുന്നത് വരെ നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കിയത് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതാണ് ഈദുൽ ഫിത്ർ കൊണ്ട് അർത്ഥമാക്കുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു ആശയമാണ് ഈ ചെറിയ പെരുന്നാൾ നമുക്ക് നൽകുന്നത്. നമ്മളെല്ലാവരും തക്ബീർ ധ്വനികൾ മുഴക്കി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന
എല്ലാവിധ അനുഗ്രഹങ്ങളും സഹോദരങ്ങളെ നമുക്ക് ചൊരിഞ്ഞു നൽകുന്ന, ആകാശഭൂമികളെ വ്യത്യസ്തമാർന്ന രീതിയിൽ, അഴകാർന്ന രീതിയിൽ സംവിധാനിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച, രാവും പകലും മാറി മാറി വരുന്ന സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയ, ആഴക്കടലിന്റെ അഗാധ തലങ്ങളിലൂടെ ഊളിയിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾക്ക് ദിശ കാണിച്ചു കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്ന ദേശാടന പക്ഷികൾക്ക് തന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരാൻ വഴി കാണിച്ചു കൊടുക്കുന്ന, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വലിയവൻ. ആ റബ്ബാണ് വലിയവൻ. ആ റബ്ബിന് മുന്നിൽ എല്ലാവരും നിസ്സാരമാണ്. ആ റബ്ബാണ് ഏറ്റവും വലിയവൻ. ആ റബ്ബിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനോടാണ് നമ്മൾ സഹായം തേടേണ്ടത്. ആ റബ്ബിന്റെ മുന്നിലാണ് സുജൂദുകൾ അർപ്പിക്കേണ്ടത്. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും ആ റബ്ബിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മഹിതമായ ആദർശത്തെയാണ് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ സഹോദരങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. ഈ തൗഹീദാണ് ഈദിന്റെ ആദ്യ സന്ദേശമായി നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി നാം അറിഞ്ഞിരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അവിടെയുള്ള ആഘോഷങ്ങളിൽ സ്വഹാബത്ത് പങ്കെടുക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ കണിശമായി കർക്കശമായി സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ ഫിത്രി വയൗമൻ നഹർ. സ്വഹാബത്തെ, ഈ ആഘോഷങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു അനുവദിക്കപ്പെട്ട രണ്ട് ആഘോഷങ്ങൾ മാത്രമേയുള്ളൂ. ഒന്ന് യൗമുൽ ഫിത്ർ, ചെറിയ പെരുന്നാളാണ്. അതുപോലെ തന്നെ വയൗമുൻ നഹർ, രണ്ട് ബലി പെരുന്നാളാണ്. ഈ ആഘോഷങ്ങളിലല്ലാതെ നിങ്ങൾ പങ്കെടുക്കരുത്. ഇത് പറയാനുള്ള കാരണം, ഇന്ന് നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ള മതസ്ഥരുടെ അന്യവിഭാഗങ്ങളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതുപോലെ തന്നെ ആഘോഷ പരിപാടികളിലും ആർത്തുല്ലസിക്കുമ്പോ പങ്കെടുക്കുമ്പോ അത് പാടില്ല. അത് പ്രവാചകൻ പഠിപ്പിച്ച ദീനിനെതിരാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു ആദർശത്തോട് ആര് യോജിച്ചുവോ അവൻ അവരിൽപ്പെട്ടവനാണെന്ന പ്രവാചകന്റെ ആശയമാണ് ഈ ഈദുൽ ഫിത്റിന്റെ ദിവസം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇനി വളരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട, വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഉപദേശങ്ങളാണ്. നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, അമല് ചെയ്തു, നോമ്പനുഷ്ഠിച്ചു, സ്വദഖ നിർവഹിച്ചു, സകാത്ത് നിർവഹിച്ചു. ഈ ഇബാദത്തുകളിലൂടെ നോമ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ സൂക്ഷ്മത, റബ്ബിനെ സൂക്ഷിക്കുന്ന തഖ്വ നമ്മൾ കൈവരിച്ച ആളുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, നിങ്ങൾ നമസ്കാരങ്ങളിലൂടെ സ്വർഗത്തിന്റെ കവാടമായ ബാബുസ്വലാത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നോമ്പനുഷ്ഠിച്ചതിലൂടെ ബാബുർ റയ്യാൻ, സ്വർഗത്തിന്റെ മറ്റൊരു കവാടമായ ബാബുർ റയ്യാനിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. അള്ളാഹു തനിക്ക് നൽകിയ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദഖ നിർവഹിച്ചതിലൂടെ, സകാത്ത് നിർവഹിച്ചതിലൂടെ ബാബു സ്വദഖ എന്ന് പറയുന്ന കവാടത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തതിന്റെ പേരിൽ, പ്രത്യേകിച്ച് റമദാനിൽ ബാബുൽ ജിഹാദ് എന്ന സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നവരാണ്. ഇനി റബ്ബിന്റെ ഒരു ഉപദേശമുണ്ട്. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഉപദേശമാണ്, വലാ തകൂനൂ കല്ലതീന ഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. വലാ തകൂനൂ കല്ലതീ, നിങ്ങൾ ഒരു സ്ത്രീയെ പോലെ ആകരുത്. മക്കയിലുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞതാണ്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒരുപാട് കയറുകൾ പിരിച്ചുണ്ടാക്കിയ കയറിന്റെ പിരിയുടച്ച് കളയുന്ന സ്ത്രീയാണ്.
എടുത്ത പണിയെല്ലാം ബാത്തിലാക്കി കളയുന്ന ഒരു വിഡ്ഢിപ്പെണ്ണിനെ പോലെ നിങ്ങൾ ആയി മാറാൻ പാടില്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ അനുസരിക്കണം, അല്ലാഹുവിന്റെ ദൂതനെ നിങ്ങൾ അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലകും, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുതേ. ഈ വിശുദ്ധ റമദാനിലൂടെ സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ മക്കയിലെ ഒരു വിഡ്ഢിപ്പെണ്ണ് ചെയ്ത പോലെ നമ്മുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്. ഈദുൽ ഫിത്റിന്റെ ദിവസം മുതൽ നമുക്ക് പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാമ ബയ്യിൻ, ലോകത്തെ ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. ഹലാല് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, ഹറാം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കർമ്മങ്ങൾ ബാത്തിലാക്കി പോകും, ബാത്തിലാക്കി കളയും എന്ന് അല്ലാഹു നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, റമദാനിൽ നാം പടുത്തു ഉയർത്തിയ തഖ്വ ഈ ഈദിന്റെ ദിവസം മുതൽ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ എന്ന സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്ത് അനുഷ്ഠിച്ച ആളുകളാണ്. നമുക്കറിയില്ല നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബനാ തഖബ്ബൽ സിയാമനാ വഖിയാമനാ വതിലാവത്തുൽ ഖുർആൻ. റബ്ബേ, ഞാൻ പ്രയാസപ്പെട്ട് നിന്ന് നമസ്കരിച്ച തറാവീഹ് നമസ്കാരങ്ങൾ, എൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം, എൻ്റെ നിയ്യത്തുകൾ, എൻ്റെ തഖ്വ, ഓരോ കർമ്മങ്ങളും എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ നെഞ്ചകത്ത് നിന്ന് വരേണ്ടതാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ. കഅബാലയത്തിന്റെ തൂണുകൾ പടുത്തുയർത്തിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് ഈ കർമ്മത്തെ സ്വീകരിക്കണേ. റമദാനിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഖുതുബയ്ക്ക് ശേഷം പരസ്പരം നമ്മൾ കെട്ടിപ്പുണർന്ന് ആലിംഗനം ചെയ്ത് ഈദിന്റെ ആശംസകൾ കൈമാറേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, ഈ റമദാനിൽ ഞാൻ ചെയ്ത, നീ ചെയ്ത കർമ്മങ്ങളൊക്കെ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈദിന്റെ ആശംസകളായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ നാം അമലെടുത്ത ആളുകളാണ്. നമ്മുടെ മറ്റൊരു ബാധ്യത എന്ന് പറയുന്നത്, ഈ വിശുദ്ധ റമദാനിൽ എങ്ങനെയാണോ നമ്മൾ നമസ്കരിച്ചത്, എങ്ങനെയാണോ ഇബാദത്തുകൾ ചെയ്തത്, എങ്ങനെയാണോ സദഖ നിർവഹിച്ചത്, എങ്ങനെയാണോ മറ്റുള്ള കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുത്തത്, അത് നമ്മുടെ മരണം വരെ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വർഷത്തിൽ ഒരു മാസം കടന്നു വരുമ്പോ കേവലം ഒരു ദിവസത്തേക്ക്, ഒരു ആഴ്ചത്തേക്ക് മാത്രമല്ല റബ്ബിനെ നിങ്ങൾ ഓർക്കേണ്ടത്, കേവലം ഒരു മാസത്തേക്ക് മാത്രമല്ല നിങ്ങൾ നമസ്കരിക്കേണ്ടത്, നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടത്, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യേണ്ടത്. മറിച്ച് വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിക്കണേ, റബ്ബിനോട് സഹായം തേടണേ, പ്രാർത്ഥിക്കണേ. ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ മരണം സന്നിധമാകുന്നത് വരെ, നിന്റെ മരണം സംഭവിക്കുന്നത് വരെ നീ റബ്ബിനെ ആരാധിക്കണേ. കുൻ ആബിദുർ റഹ്മാൻ വലാ ആബിദുർ റമദാൻ, നീ റബ്ബിനെ ആരാധിക്കുന്നവനാകണം, റമദാനിനെ ആരാധിക്കുന്നവനാകരുത്. കുൻ റബ്ബാനിയൂന വലാ റമദാനിയൂൻ, നിങ്ങൾ റബ്ബിനെ ഇബാദത്ത് അനുഷ്ഠിക്കുന്ന ആളുകളാകണം, റമദാനിൽ മാത്രം ഇബാദത്ത് എടുക്കുന്ന ആളുകളായി മാറരുത്.
അതാണ് മറ്റൊരു സന്ദേശമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പിശാചിനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട മാസമായിരുന്നു. നമുക്കറിയാം, സാധാരണ ദിവസത്തെ പോലെ നമ്മൾ തിന്മകളിലേക്ക് പോയിട്ടില്ല, സാധാരണ ചെയ്യുന്ന പോലെ തിന്മകൾ നമ്മൾ ആവർത്തിച്ചിട്ടില്ല. അവിടെ പിശാചിനെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ശവ്വാൽ 1 ഈദുൽ ഫിത്റിന്റെ പുലരിയോടുകൂടി നമ്മുടെ പുറകിൽ പിശാച് കൂടെയുണ്ട്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നമസ്കാരം അത് ഉറക്കത്തേക്കാൾ ഉത്തമമാണെന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ അത്തായത്തിന് ശേഷം പള്ളിയിലേക്ക് വന്ന നമ്മളോട് മുതൽ ഇനി പിശാച് പറയും, നീ പള്ളിയിലേക്ക് പോകണ്ട, നീ ജമാഅത്ത് നമസ്കരിക്കണ്ട എന്ന് പറയാൻ പിശാച് നമ്മുടെ കൂടെ ഉണ്ടാകും. ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ. ആ നമസ്കാരം ഒരു വിജയമാണെന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോ ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാഇനും പള്ളിയിലേക്ക് വന്ന നമ്മളോട് പിശാച് പറയും, നീ കിടന്നുറങ്ങിക്കോ, നീ അങ്ങാടിയിൽ സമയം ചെലവഴിച്ചോ, നീ പള്ളിയിലേക്ക് പോകണ്ട എന്ന് പറയാൻ നമ്മുടെ പുറകിൽ ആളുണ്ടാകും. വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും പാരായണം ചെയ്ത നമ്മളോട്, അതിന്റെ ആശയം അർത്ഥം മനസ്സിലാക്കിയ നമ്മളോട്, അത് മറ്റുള്ളവരെ പഠിപ്പിച്ച നമ്മളോട് പിശാച് പറയും, നീ ഖുർആൻ എടുത്തു നോക്കണ്ട, നീ ഖുർആൻ പാരായണം ചെയ്യണ്ട. അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്ത് പാവപ്പെട്ട ആളുകൾക്ക് സദഖയിലൂടെ സകാത്തിലൂടെ നിർവഹിച്ച നമ്മളോട്, ആ സദഖ നിർവഹിക്കുന്ന നമ്മുടെ പോക്കറ്റിൽ നിന്ന് 100ഉം 500ഉം 1000ഉം എടുക്കുന്ന സമയത്ത് പിശാച് പറയും, നീ ഒന്നും അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകണ്ട എന്നുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന കൽപ്പനയാണ്, ഇന്ന ശൈത്വാന ലക്കും അദുവ്വ്, സഹോദരങ്ങളെ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വാ, ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണേ. ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, അവൻ ക്ഷണിക്കുന്നത് നിങ്ങളെ നരകത്തിലേക്കാണ്. അതുകൊണ്ട് പെരുന്നാളിന്റെ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പിശാചിനെ. നമ്മുടെ ദുർബോധനം നടത്താൻ, തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ ആ പിശാച് നമ്മുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈദിന്റെ ദിവസം നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ലോകത്തുള്ള മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും നോക്കൂ. ഫലസ്തീനും ഗാസയും സിറിയയുമെല്ലാം വിശ്വാസികൾക്ക് എന്നും ഒരു നോവാണ്. വാക്കുകൾക്കോ കരാറുകൾക്കോ വില നൽകാത്ത ഇസ്രായേൽ എന്ന രാജ്യം ഈ അടുത്ത് കൊന്നൊടുക്കിയത് 500-ലധികം 1000-ലധികം പേരെയാണ്, മനുഷ്യജീവനെയാണ്. അമേരിക്കയുടെയും സഖ്യരാഷ്ട്രങ്ങളുടെയും പിന്തുണയിൽ അവർ നടത്തുന്ന ക്രൂരതകളെല്ലാം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ഒരിക്കലും മാപ്പർഹിച്ചുകൂടാ. ഫലസ്തീനികളുടെ കണ്ണുനീർ അല്ലാഹു കാണുന്നുണ്ട്. ആക്രമിക്കപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. നോക്കൂ, തക്ബീർ ധ്വനികൾക്ക് പകരം വെടിയൊച്ചകൾ കേൾക്കുന്ന ഫലസ്തീനിലെ മക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഈദ്ഗാഹിലേക്ക് വന്നപ്പോ നമ്മുടെ മക്കളെ കൈപിടിച്ചാണ് വന്നത്. എന്നാൽ മക്കളുടെ ചേതനയേറ്റ ശരീരത്തിന് കാവൽ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളാണ് അവിടെയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പറ്റാത്ത കണ്ണീരുമായി ഗസയിലും മറ്റും ഈദ് ആഘോഷിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ബോംബും മിസൈലും കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ വർഷിപ്പിച്ചുകൊണ്ടും താമസിക്കുന്ന പാർപ്പിടത്തിന് നേരെ, ഹോസ്പിറ്റലുകൾക്ക് നേരെ, അഭയ കേന്ദ്രങ്ങളിലേക്ക് വരെ മിസൈലുകൾ വർഷിപ്പിച്ചുകൊണ്ട് കൊന്നെടുക്കുന്ന ഈ സമൂഹത്തിനെതിരെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഫലസ്തീനിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട്, വലാ തഹ്സബന്നല്ലദീന വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് ഒരാളും വിചാരിച്ചു പോകരുത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലടക്കം സഹോദരങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന അക്രമങ്ങളും തോന്നിവാസങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ മുസ്ലിങ്ങൾക്ക് നേരെ, മുസ്ലിങ്ങളുടെ പള്ളികൾക്ക് നേരെ, മുസ്ലിം നാമം സ്വീകരിച്ചതിന്റെ പേരിൽ, തലയിൽ തൊപ്പിവെച്ചതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ
അല്ലാഹുവിന്റെ ഈ വാചകമാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ളത്. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ എന്ത് പ്രവർത്തിച്ചാലും, ആരെ കൊന്നൊടുക്കിയാലും, ഇസ്ലാമിന്റെ ഏത് ശിആറുകളെ തച്ചുടിച്ചാലും അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി ലോകത്തിന്റെ നാഥൻ കാണുന്നില്ല, ശ്രദ്ധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീൽ അബ്സാർ. കണ്ണ് തള്ളിപ്പോകുന്ന ഭയാനകമായ ഖിയാമത്ത് നാൾ വരെ മാത്രമേ അവർക്ക് അല്ലാഹു അവധി കൊടുത്തിട്ടുള്ളൂ. നീതിയുടെ ലോകം കടന്നു വരാനുണ്ട്. ആ ലോകത്ത് അവർ പിടിക്കപ്പെടും. ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവർ കാരണമാകും. സഹോദരങ്ങളെ, മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇന്ന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വസ്തുതയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, യൂശിഖുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. കഴുകന്മാർ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം റാഞ്ചുന്നത് പോലെ മുസ്ലിം സമൂഹത്തെ അക്രമികൾ റാഞ്ചിയെടുക്കും. പ്രവാചകന്റെ സ്വഹാബത്ത് ചോദിച്ചു, വമിൻ ഖില്ലത്തി നഹ്നു യൗമൈദി യാ റസൂലല്ലാഹ്. ഞങ്ങളുടെ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണോ, മുസ്ലിം ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? അല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബൽ അൻതും കസീർ. മുസ്ലിങ്ങൾ ധാരാളമായി ഉണ്ടാകും. അവസാന കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരും, മുസ്ലിങ്ങളാകും. മുസ്ലിങ്ങൾ ഒരിക്കലും കുറവുണ്ടായിരിക്കുകയില്ല. പക്ഷേ വലയഖദിഫന്ന ഫീ ഖുലൂബികും അൽ വഹൻ. നിങ്ങളുടെ ഹൃദയത്തിൽ വഹന് പിടിപെട്ടിട്ടുണ്ട്. വഹൻ എന്ന് പറയുന്ന രോഗം പിടിപെട്ടിട്ടുണ്ട്. വമൽ വഹനു യാ റസൂലല്ലാഹ്. എന്താണ് വഹൻ എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള ആർത്തിയും മരിക്കാനുള്ള വെറുപ്പും ഏതൊരു സമൂഹത്തിലുണ്ടോ ആ സമൂഹത്തിന് നാശമുണ്ടായിരിക്കും. ശത്രുക്കൾ അവരെ ആക്രമിക്കും. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകമാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുമ്പോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ല. അവർക്ക് ദുനിയാവ് മതി, അവരുടെ മക്കൾ മതി, അവരുടെ സമ്പത്ത് മതി. അതിൽ സമാധാനം കണ്ടെത്തിയ ആളുകളാണ് അവർ. ആ ദുനിയാവിനോടുള്ള പ്രണയം, ആ ദുനിയാവിനോടുള്ള മഹബത്ത്, ആ ദുനിയാവിനോടുള്ള ഇഷ്ടം അവർക്ക് കൂടിയാൽ മരിക്കാനുള്ള വെറുപ്പ്, എനിക്ക് മരിക്കണ്ട, ഒരുപാട് കാലം ജീവിക്കണമെന്ന ആഗ്രഹം ഒരാൾക്ക് വന്നു എങ്കിൽ അവിടെ മുസ്ലിങ്ങൾക്ക് അക്രമങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് അവർക്ക് വേണ്ടതായിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രവാചകൻ ഈദിലേക്ക് വന്ന വഴി വ്യത്യസ്തമാക്കിയത്, പോയ വഴി വ്യത്യസ്തമാക്കിയത്. കൂടുതൽ ആളുകളെ കണ്ട് ഈദ് ആശംസകൾ കൈമാറാൻ, അതുപോലെ തന്നെ ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടിയാണ് ആ സുന്നത്ത് പഠിപ്പിച്ചതെങ്കിൽ നമ്മൾ ആ സുന്നത്ത് അനുചരിക്കേണ്ട ആളുകളാ. ഇന്ന് സ്വത്തിന്റെ പേരിൽ, ഭൂമി തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനും അനിയനും, ഭാര്യയും ഭർത്താവും, വാപ്പയും മക്കളും, സഹോദരനും സഹോദരികളും ഒക്കെ വർഷങ്ങളായി പിണക്കമുള്ള ആളുകൾ ഉണ്ടാകും. നമ്മുടെ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമ്പോ പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അമൽ എനിക്ക് വേണ്ട എന്ന് അല്ലാഹു പറഞ്ഞ് തള്ളിപ്പറഞ്ഞേക്കുന്ന വിഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പിണങ്ങി നിൽക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ സലാം പറഞ്ഞ് ആരംഭിക്കുന്ന ആളുകളാ. നിസ്സാരമായി കാണരുത് സഹോദരങ്ങളെ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം. ആ കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കരസ്ഥമാക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അഫ്ശുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കണം. അത്ഇമുത് തആം, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, നമ്മൾ റമളാനിൽ ചെയ്ത പോലെ
ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായി മാറണം. എങ്കിൽ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. അവിടെ പ്രവാചകൻ കണിശമായി നമ്മെ ഉണർത്തിയത് വസ്സിലുൽ അർഹാം, വസ്സിലുൽ അർഹാം, കുടുംബ ബന്ധമാണ്. ഈ റമദാനിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ സന്ദർശിക്കണം, അവർക്ക് ഈദ് ആശംസ നമ്മൾ കൈമാറണം. അതുപോലെ തന്നെ നാം ധരിച്ച പോലെ പുതുവസ്ത്രം ധരിക്കാൻ സാധ്യമാകാത്ത, പള്ളിയിൽ വരാൻ കഴിയാത്ത, വീടിന്റെയും ഹോസ്പിറ്റലിന്റെയും 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. സിയാറത്തുൽ മരീദ്, രോഗസന്ദർശനം, അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ പുണ്യമായി പഠിപ്പിച്ച ഒന്നാണ്. ഈദിന്റെ ദിവസം നമ്മുടെ അയൽവാസികളിൽ, കുടുംബക്കാരിൽ ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന്റെ പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടിനെ ലഹരി നമ്മുടെ സമൂഹത്തെ പിരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനിൽ വരെ എത്രയോ ലഹരി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, പിടിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ മുസ്ലിം നാമധാരികൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ഉമ്മത്തിന് അപമാനമാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകം ഈ കാലഘട്ടത്തിലും എത്ര പ്രസക്തമാണെന്ന് നോക്കൂ. മദ്യം, ലഹരി, അത് തിന്മകളുടെ മാതാവാണ്. ആ ലഹരി ഉപയോഗിച്ചവൻ, മദ്യം ഉപയോഗിച്ചവനാണ് കൊലപാതകിയായി മാറുന്നത്, അവനാണ് വൃത്തികെട്ടവനായി മാറുന്നത്, അവനാണ് അക്രമിയായി മാറുന്നത്, അവനാണ് വ്യഭിചാരിയായി മാറുന്നത്. എല്ലാവിധ തിന്മകളുടെയും മാതാവ് ആ ഖംറാണ്. ലാ യദ്ഖുലുൽ ജന്നത മുദ്ബിനു ഖംർ, കള്ള് കുടിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നോക്കൂ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആഘോഷ ദിവസമാണെന്ന് കരുതി എന്തിനും വിട്ടുകൊടുക്കരുത്. നമ്മുടെ കണ്ണ് അവരിൽ വേണം. ഇത്തരം കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് അരാജകത്വങ്ങളിലേക്കും അധാർമിക പ്രവർത്തനങ്ങളിലേക്കും പോകുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, ഈ ലോകത്തെ, രാജ്യത്തെ, നമ്മുടെ സ്റ്റേറ്റിനെ, നമ്മുടെ ജില്ലയെ നമ്മൾ ലഹരി മുക്തമായ നാടാക്കി മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. അതിന് അവർക്ക് ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണെന്ന് ഈദിന്റെ ദിവസം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, പെരുന്നാൾ തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ്. കുലു, നിങ്ങൾ ഭക്ഷിക്കണം, വശ്റബു, നിങ്ങൾ കുടിക്കണം. അവിടെ പറഞ്ഞു വലാ തുസ്രിഫു, അമിതമാകരുത്, ആർഭാടമാക്കരുത്. പ്രത്യേകിച്ച് സ്ത്രീകളോട്, ഉമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ കല്യാണങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ സൽക്കാരങ്ങളാണെങ്കിലും, നോമ്പുതുറയാണെങ്കിലും, മറ്റു പരിപാടികളാണെങ്കിലും, നമുക്ക് ആവശ്യമുള്ളതിലുപരി ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിക്കൂടാ. ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ മരണപ്പെടുന്ന ഒരു രോഗത്താണ്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം. നമ്മുടെ വയറിന്റെ ഒരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ഒരു 1/3 ഭാഗം നമ്മൾ വെള്ളത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഒരു ഭാഗം നിങ്ങൾ ഒഴിച്ചിടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്, താഴെ ഉള്ളവരിലേക്ക് നോക്കണം. നമ്മൾ ധരിച്ച പോലെ പുതുവസ്ത്രം ധരിക്കാനില്ലാത്ത ആളുകൾ നമുക്ക് കീഴിലുണ്ട്. നമ്മൾ രാത്രി AC റൂമിൽ കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങാൻ കഴിയാത്ത, ഇന്ന് ഈദ്ഗാഹിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കോട്ടക്കൽ അങ്ങാടിയിൽ പോലും ഒരു ചേച്ചിയും കുഞ്ഞു മകനും കടത്തെണ്ണയിൽ ഉറങ്ങിങ്ങനെ എണീക്കുക. രാവിലെ പുലർച്ചെ വന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ AC റൂമിൽ ഉറങ്ങുന്ന സമയത്ത്, നല്ല ബെഡിൽ ഉറങ്ങുന്ന സമയത്ത്, കടത്തെണ്ണയിലും തെരുവുകളിലും പാർക്കുന്ന ആളുകൾ നമുക്ക് കീഴിലുമുണ്ടെന്ന വിശ്വാസം, ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നടക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ കീഴിലുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ട സമയമാണ്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക നിർവഹിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളോട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വതക്ക നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന സ്വതക്ക അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നിർവഹിക്കുക. മാ നഖസത് സ്വതഖതും മിൻ മാൽ, ആ സ്വതക്ക നിങ്ങളുടെ ദാനധർമ്മത്തെ കുറക്കുകയില്ല, നിങ്ങളുടെ സമ്പത്തിനെ കുറക്കുകയില്ല. യസീദുല്ലാഹു ഫീ അംവാലികും, നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും.
വർദ്ധനവ് നൽകും. അതുപോലെ തന്നെ മലക്കിന്റെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ് പെരുന്നാൾ ദിവസം സ്വതക്ക നിർവഹിക്കുക എന്നുള്ളത്. നമ്മളാൽ കഴിയുന്ന സ്വതക്ക നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൻ സോമ റമദാന, ആരെങ്കിലും റമദാനിലെ 30 നോമ്പ് അനുഷ്ഠിച്ചു, സുമ്മ അത്ബഹു സിത്തൻ, അതിനുശേഷം ശവ്വാലിലെ 6 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചു, കാന കസിയാമി ദഹർ, ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ച ആളെ പോലെയാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഹദീസ് നമ്മൾ ഖുതുബയിലൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കിയ ആളുകളാണെങ്കിൽ ഒരു വർഷത്തെ പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കാൻ ശ്രമിക്കണം. ഈ റമദാന് നമ്മൾ വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുതൽ നമ്മുടെ സുന്നത്ത് നോമ്പുകൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അത്താഴത്തിന് നമ്മൾ സെറ്റാക്കി അലാറം നമ്മൾ ഓഫാക്കി കൂടാ, എണീക്കണം. ജമാഅത്തുകൾക്ക് പള്ളിയിലേക്ക് പോകണം. എന്നും പാരായണം ചെയ്ത മുസ്ഹഫുകൾ നമ്മൾ പൂട്ടിക്കൂടാ, അതെടുത്ത് നമ്മൾ പാരായണം ചെയ്യണം. ചെയ്ത ദാനധർമ്മങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചുകൂടാ, അതെല്ലാം നമ്മൾ നിലനിർത്തണം. ചെയ്ത നന്മകൾ ബാത്തിലാക്കിക്കൂടാ, നിലനിർത്തുന്നതോടുകൂടി നന്മകളിൽ മുന്നേറാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും നമ്മളെ കൊണ്ട് സാധ്യമാകണം. ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ അവസാനിപ്പിച്ചുകൂടാ. അറിയാതെ തെറ്റ് ചെയ്താൽ ആ സമയത്ത് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇസ്തഗ്ഫിറു റബ്ബക്കും എന്ന് ഖുർആൻ പറഞ്ഞ അഹ്ലുകാരായി മാറാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം. സഹോദരങ്ങളെ, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ഈ പെരുന്നാളിനെ നമ്മൾ ആഘോഷിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസ്തബിഖുൽ ഖൈറാത്ത്, തിന്മകൾ വെടിഞ്ഞ് നമ്മൾ നന്മയിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ നാം നിർവഹിച്ച മുഴുവൻ സൽക്രമങ്ങളും, നമ്മുടെ നമസ്കാരവും നോമ്പും വിശുദ്ധ ഖുർആൻ പാരായണവും സദഖയും സകാത്തും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നോമ്പിലൂടെ നാം ആർജിച്ചെടുത്ത തഖ്വ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഖുർആനും നോമ്പും സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ ഒരാളായി മാറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദ് അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ الإسلام والمسلمين اللهم انصر إخواننا المسلمين اللهم انصر إخواننا المسلمين في فلسطين اللهم أنجِ المستضعفين من المؤمنين اللهم رد إلينا المسجد الأقصى اللهم رد إلينا المسجد الأقصى اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آل محمد آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته